ഹായ് ഓൾ, ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഓഫ് പാരൻസ് ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഈ ഒരു ഫ്രാൻസിസ് ബേക്കൻ്റെ ഒരു എസ്സേ ആണ്. ഈ ഒരു ഫ്രാൻസിസ് ബേക്കൻ ഈ ഒരു എസ്സേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സജഷൻസ് ടു പേരൻസ് ആണ്. പേരൻസിനോടുള്ള സജഷൻ. നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 16-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ ഒരു ഫ്രാൻസിസ് ബേക്കൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു നൂറ്റാണ്ടിലേക്കുള്ളതും അല്ലെങ്കിൽ ഈ ഒരു പതിറ്റാണ്ടിലുള്ള കാര്യങ്ങൾ പോലും ഫ്രാൻസിസ് ബേക്കൻ 16-ാം നൂറ്റാണ്ടിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളത് സാരം. നമ്മൾ ഈ ഒരു ഫ്രാൻസിസ് ബേക്കൻ പറയുന്നത് ഈ ഒരു കുട്ടികൾ എന്ന് പറയുന്ന കുട്ടികളുണ്ടല്ലോ, ആ ഒരു കുട്ടികൾ ദൈവത്തിൽ നിന്നുള്ള ഗ്രേറ്റസ്റ്റ് ആയ ഗിഫ്റ്റാണ് എന്നാണ് ഫ്രാൻസിസ് ബേക്കൻ പറഞ്ഞു വെക്കുന്നത്. ആ ഒരു കുട്ടികൾക്ക് വേണ്ടി നമ്മളെ സന്തോഷങ്ങൾ നമ്മൾ ത്യജിക്കുന്നു. എങ്ങനെയാണ് ത്യജിക്കുന്നത്? ലൈക്ക് എ ക്യാൻഡിൽ, നമ്മളൊരു മെഴുകുതിരി പോലെ നമ്മുടെ സന്തോഷങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ അവർക്ക് വേണ്ടി എന്താക്കുന്നത്, നല്ല രീതിയിൽ അവർക്ക് വേണ്ടി നമ്മൾ ഓരോ സന്തോഷങ്ങൾ എന്താക്കുന്നത് നമ്മൾ മാറ്റിവെക്കുന്നു. ഒരു മെഴുകുതിരി ഉരുകിത്തീരുന്നത് പോലെ നമ്മൾ എന്താക്കുന്നത്, നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുകയാണ് ചെയ്യുന്നത്, ഉരുകിത്തീരുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെ ആൻസൈറ്റി എന്താക്കുന്നുണ്ട്, കൂടുകയും ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് നമ്മളിപ്പോൾ മക്കളുണ്ടെങ്കിൽ നമ്മളെന്താകും, ആ ഒരു തലമുറകളിലൂടെ മക്കളുണ്ടാകുമ്പോൾ നമ്മൾ തലമുറകളിലൂടെ പേരൻസ് എന്താകും, എന്നെന്നും ഓർക്കപ്പെടുന്നവരായി മാറും. അത് കുട്ടികളുള്ളത് കൊണ്ടാണ്. നേരെ മറിച്ച് മക്കളില്ലാത്തവരെന്താ ചെയ്യുക, മക്കളില്ലാത്തവർ നാളേക്ക് ഓർമ്മിക്കപ്പെടാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും ഈ ഒരു സമൂഹത്തിൽ നന്മപരമായിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ പുസ്തകരചനയിലൂടെയോ അങ്ങനെയുള്ള രീതിയിൽ അവരെന്തെങ്കിലും ഇവിടെ കാണിച്ചിട്ടില്ലെങ്കിൽ നാളെ എന്താക്കൂല, ഈ ഒരു സമൂഹം എന്താക്കൂല, ഇവരെ ഓർമ്മിപ്പിക്കൂല എന്നും എന്താക്കുന്ന ഈ ഒരു എസ്സേയിൽ പറയുന്നുണ്ട്. അതിനൊരു ഉദാഹരണം പറയുന്നതെന്ന് വെച്ചാൽ അരിസ്റ്റോട്ടിൽ അവൻ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ നോളജ് കൊണ്ടാണ്. ആൾക്കാർ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ നോളജ് കൊണ്ടാണ്. പിന്നെ മക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. മക്കൾ എന്ന് പറയുന്നത് ബാരിയേഴ്സാണ്. നമ്മളെ സന്തോഷം ഒന്നും നടക്കില്ല. കാരണം വെച്ചാൽ മക്കൾ എല്ലാത്തിനും ഒരു തടസ്സമായിട്ട് മക്കളാണ് ഉണ്ടാവും. നമ്മൾ മക്കളെ കാര്യങ്ങൾ നോക്കി മക്കളെ പിറകെ നടന്ന് നമ്മൾ മക്കളിലൂടെ ഇങ്ങനെ ജീവിച്ചു പോകേണ്ട ആ ഒരു സാഹചര്യം വരുന്നത് കൊണ്ട് എസ്ഐസ് പറയുന്നത് മക്കൾ എന്ന് പറയുന്നത് ബാരിയേഴ്സാണ്. പിന്നെ ഒരു സപ്രഷനെ കുറിച്ച് പറയുന്നുണ്ട്. കുട്ടികളിലെ സ്നേഹ വ്യത്യാസം. നമുക്കറിയാം, നമ്മളിപ്പം പലപ്പോഴും പല ആളുകളും പറയുന്നുണ്ട് കുട്ടികളൊക്കെ എന്താണ്, എല്ലാ മക്കളും നമുക്ക് ഈക്വൽ ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു സമുദായത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇളയ മകന് കൂടുതൽ സ്നേഹം കൊടുക്കുകയും മറ്റുള്ള മക്കളെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യം നമ്മൾ ഈ ഒരു സമുദായത്തിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മളെന്താക്കണം, നമ്മുടെ മക്കൾ എന്താക്കണം, കുട്ടികൾക്ക് കൊടുക്കുന്ന സ്നേഹം അത് ഈക്വൽ ആവണമെന്ന് ഈ ഒരു എസ്സേസി ഇതിലൂടെ എന്താക്കുന്നുണ്ട്, പറഞ്ഞു വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇളയതിന് കൂടുതൽ സ്നേഹമൊക്കെ കൊടുത്താൽ എന്താകും, അവരുടെ സ്വഭാവം എന്താകും, നശിച്ചു പോകും. ഇപ്പോൾ ഇളയതിന് സ്നേഹം കൊടുത്താൽ അവരുടെ സ്വഭാവമൊക്കെ എന്താകുകയാണ് ചെയ്യുക, നശിച്ചു പോവുകയാണ് ചെയ്യുക. പിന്നെ ഒരു സോളമൻ എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട്, നല്ലത് ചെയ്താൽ അപ്പോൾ ആളുകൾ പറയും അത് അച്ഛൻ്റെ DNA ആണ്. നേരെ മറിച്ച് മോശം എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ ആളുകൾ പറയാൻ എന്താ അറിയോ, അത് അമ്മയുടെ DNA ആണ്. അങ്ങനെ ആളുകൾ എന്താക്കും, ഒരു താഴ്ന്ന മനോഭാവം കാണിക്കാറുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും കണ്ടുവരാറുള്ളത് മൂത്തതിനും ഇളയതിനും നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന പേരൻസ് ഉണ്ട്. അപ്പോൾ എന്താകും, ആ ഒരു നടുവിലിരിക്കുന്ന ആൾ അവനെന്താക്കൂല, ആരും മൈൻഡ് വെക്കൂല. നമ്മൾ ഇപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആ ഒരു നടുവിലിരിക്കുന്ന ആ ഒരു പേഴ്സൺ എന്താകും, മൂഞ്ചും. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ പിന്നീട് വരും കാലങ്ങളിൽ ലേറ്റർ മിഡിൽ വിൽ ബി ഗസ്റ്റ്, ഓനൊരു ഗസ്റ്റായിട്ടാണ് മാറുക. പിന്നെ ഈ ഒരു ഫ്രാൻസിസ് ബേക്കൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളൊരിക്കലും എന്താക്കരുത്, ഫിക്സ്ഡ് പോക്കറ്റ് മണി നൽകരുത്. ഓനെന്തായിക്കോട്ടെ റോക്കി ബാൻഡോട്ട് നല്ല രീതിയിൽ ഓരോ സ്വർണ്ണത്തിനും വേണ്ടി എന്തായിക്കോട്ടെ ആ ഒരു സ്വർണ്ണത്തിനും വേണ്ടി ആഗ്രഹം വെച്ച് ആർത്തി വെച്ച് അതിൻ്റെ പിറകെ പോയിട്ട് എന്തായിക്കോട്ടെ അത് നേടിക്കോട്ടെ. നേരെ മറിച്ച് നമ്മളെന്താക്കരുത്, ഫിക്സ്ഡ് പോക്കറ്റ് മണി ഒരു കുട്ടിക്ക് എന്താക്കരുത്, നൽകരുത് എന്ന് ഫ്രാൻസിസ് ബേക്കൻ എന്താക്കുന്നുണ്ട്, സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മക്കളോട് നമ്മളെന്താക്കരുത്, സ്ട്രിക്റ്റ് ആവരുത്. അതിന് പുറമെ നമ്മൾ എന്താക്കരുത്, ലിബറലും എന്താക്കരുത് ആവരുത്. പിന്നെ ആ ചില മക്കളെ മൈൻഡിൽ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് എന്താക്കരുത്, ക്രിയേറ്റ് ചെയ്യരുത്. കാരണം വെച്ചാൽ നമ്മൾ അയൽവാസിൻ്റെ മോനെ നോക്കിയിട്ട് അവന് 10A+ ഉണ്ട്, നിനക്കും 10A+ വേണം, അല്ലെങ്കിൽ അവന് നല്ല മാർക്കുണ്ടല്ലോ നിനക്ക് മാർക്കില്ലല്ലോ, നീ അവനെ പോലെ മാർക്ക് വേണം. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കോമ്പറ്റീഷൻ മൈൻഡ്, ചിലപ്പോൾ അത്ര പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടിയായിരിക്കും. പക്ഷേങ്കിൽ ആ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് എന്താക്കരുത്, കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യരുത് എന്നാണ് ഫ്രാൻസിസ് ബേക്കൻ പറയുന്നത്. അത് നെഗറ്റീവിലേക്ക് നയിക്കുമെന്നാണ് എന്താക്കുന്നത്, ഫ്രാൻസിസ് ബേക്കൻ പറയുന്നത്. ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇറ്റാലിയൻസ് ഉണ്ടല്ലോ, അവർ മക്കളിൽ വ്യത്യാസം കാണിക്കില്ല. അവർ മക്കളെയും മരുമക്കളെയും എല്ലാവരെയും അവരെന്താക്കുകയാണ് ചെയ്യുന്നത്, ഒരുപോലെയാണ് കാണുന്നത്. അവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അവരെല്ലാവരെയും ഒരുപോലെ എന്താക്കുകയും ചെയ്യും, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഫ്രാൻസിസ് ബേക്കൻ പറയാണ്, അവരെ എന്താക്കരുത്, ഫോഴ്സ് ചെയ്യരുത്. മക്കളെന്താക്കരുത്, ഫോഴ്സ് ചെയ്യരുത്. ഒരു തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുമ്പോൾ എന്താക്കരുത്, മക്കളെ ഫോഴ്സ് ചെയ്ത് ഒന്നും ചെയ്യിപ്പിക്കരുത്.
പിന്നെ ഓതർ പറയാണ് ലെറ്റ് ദം ഡിസൈഡ്, അവർ തീരുമാനിക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ ചെറിയ മക്കളുണ്ടല്ലോ, അവർ ഭാഗ്യവാന്മാരാണ്. കാരണം എന്താ അറിയോ, അവർക്ക് മൂത്തതിനെ കണ്ട് പഠിക്കാം. അവരെ മേലെയുള്ള ആളുകളെ, അതായത് മൂത്ത കുട്ടീനെ കണ്ട് കാര്യങ്ങൾ പഠിക്കുക, അവരുടെ കരിയർ എന്താക്കാൻ കഴിയും, ഗൈഡ് ചെയ്യാൻ കഴിയും. നേരെ മറിച്ച് അവർക്ക് എന്താക്കി കൊടുക്കരുത്, സ്വത്തുക്കളെക്കുറിച്ചൊരു ബോധമൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്നാണ് എന്താക്കുന്നത് ഫ്രാൻസിസ് ബേക്കൻ പറയുന്നത്. കാരണം അത് കാണലോടുകൂടി അല്ലെങ്കിൽ അത് മനസ്സിലാക്കലോടുകൂടി അവരവരുടെ കരിയർ എന്താക്കൂല, വളർത്തൂല. നല്ല സ്വത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താക്കൂല, അവൻ്റെ കരിയർ വളർത്തൂല, അവൻ സ്വന്തം ലെഗിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കൂല. നേരെ മറിച്ച് ഈ ഒരു സ്വത്തിനെ പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവൻ നല്ല രീതിയിൽ എന്താക്കും, അവൻ്റെ കരിയർ നല്ല രീതിയിൽ വളർത്തുമെന്നാണ് എന്താക്കുന്നത് ഓതർ പറയുന്നത്. പിന്നെ ഓതർ എന്താക്കുന്നില്ല, ഒരു വിഭാഗത്തെയും മോശമാക്കുന്നില്ല, എല്ലാവരെയും ബാലൻസ് ചെയ്തിട്ടാണ് ഈ ഒരു എസ്സേയിൽ എന്താക്കുന്നത്, അവതരിപ്പിക്കുന്നത്. ഈ ഒരു എസ്സേ എന്ന് പറയുന്നത് ഇന്നും വളരെയധികം റിലവൻ്റ് ആണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഈ ഒരു ഓഫ് പാരൻസ് ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്ന എസ്സേ ഫ്രാൻസിസ് ബേക്കൻ്റെ വളരെ ഫേമസ് ആയ ഒരു എസ്സേ ആണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബൈ ഓൾ.